കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് ഏവരെയും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിൽ കേട്ടുകൊണ്ടിരുന്ന ക്രിസ്തുവിൻ്റെ ക്രൂശ് നിമിത്തം മാനവജാതിക്ക് നൽകിയ ആ വിടുതൽ, ആ അനുഗ്രഹം, അതിനെക്കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. പലരും ക്രൂശിനെ അവഗണിച്ച് പോവുകയാണ്. നോ, യേശുവിൻ്റെ ക്രൂശിലാണ്, ആ യാഗമരണത്തിലാണ് മാനവജാതിക്ക് തന്നെ വിടുതലുണ്ടായത്. പൗലോസ് പറയുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. തങ്കു ബ്രദർ റൂർക്കലൈ ചെയ്ത മനോഹരമായ സന്ദേശം ഇന്നും തുടരുകയാണ്. ദൈവവചനത്തിലേക്ക് The Bible says വേദപുസ്തകം പറയുന്നു, the cross ക്രൂശ് is the offense, അത് ഭോഷത്വമായി തോന്നുന്നു. because the blood of Jesus was shed. കാരണം യേശുക്രിസ്തുവിന്റെ രക്തം ചിന്തപ്പെട്ടു. Hey, remove that blood from there. Why are you speaking about the blood? രക്തത്തെ ഒന്ന് മാറ്റി. എന്തിനാ ഈ രക്തത്തെ കുറിച്ച് പറയുന്നത്? Hallelujah. Hallelujah. I am very sad to tell you something. നിങ്ങളോടൊരു കാര്യം പറയുവാൻ എനിക്ക് വളരെ ദുഃഖമുണ്ട്. Even today, ഇന്നും the church has forgotten the message of the cross. ക്രൂശിന്റെ ആ സന്ദേശം സഭ മറന്നു പോകുന്നു. We are trying to overtake the cross and talk about the good things which our church members want. ക്രൂശിനെ മറികടന്നുകൊണ്ട് സഭാ മക്കൾക്ക് ആഗ്രഹമുള്ള നല്ല കാര്യങ്ങളെ കുറിച്ച് പറയുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. I want to tell you something. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. Only the cross has the power to save. Only the cross has the power to keep you. Only the cross can save the whole world. ക്രൂശിന് മാത്രമേ നിങ്ങളെ രക്ഷിപ്പാൻ കഴിയൂ. ക്രൂശിന് മാത്രമേ നിങ്ങളെ പാലിപ്പാൻ കഴിയൂ. Oh church, come back to the cross. സഭയെ ക്രൂശിലേക്ക് മടങ്ങി വരിക. Let us stop preaching what people enjoy and come back to the reality of eternity, that where we are going. മനുഷ്യർക്ക് ഇഷ്ടമുള്ള കാര്യം പ്രസംഗിക്കുന്നത് നിർത്തിയിട്ട് ആ വസ്തുതയിലേക്ക്, സത്യത്തിലേക്ക് വരാം. നിത്യതയെക്കുറിച്ച് നമുക്ക് പ്രസംഗിക്കാം. I was in Europe. ഞാൻ യൂറോപ്പിലായിരുന്നു. I love to dance and rejoice. എനിക്ക് നൃത്തം ചെയ്യുവാൻ, സന്തോഷിക്കുവാൻ വലിയ ഇഷ്ടമാണ്. And as I was preaching the cross, ക്രൂശിനെ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, where Jesus became my substitute, യേശു എനിക്ക് പകരക്കാരനായി വന്നതാണല്ലോ ക്രൂശ്. I had to hang over there. ഞാൻ അവിടെ തൂങ്ങിക്കിടക്കേണ്ടതായിരുന്നു. Jesus did it for me. യേശു എനിക്ക് പകരമായി അത് ചെയ്തു. There were some street boys. അവിടെ ചില തെരുവ് പിള്ളേരുണ്ടായിരുന്നു. These are not orphans. They love to be on the street dancing. അവർ അനാഥരൊന്നുമല്ല, പക്ഷെ അവർക്ക് തെരുവിൽ ജീവിക്കുന്നതാണ് ഇഷ്ടം, നൃത്തം ചെയ്യുന്നത്. Ears pierced, red. അവർ കാതുകുത്തി, ചെവി കുത്തി, അവർ മൂക്കുകുത്തി, അങ്ങനെ പല ആഭരണങ്ങൾ ധരിച്ചവരാണ്. Hallelujah. Hallelujah. God said you cannot make your hair white or black. Nowadays any color we can make. ദൈവം പറഞ്ഞു, നിന്റെ തലമുടി നരപ്പിപ്പാനോ വെളുപ്പിപ്പാനോ കഴിയില്ല, എന്നാൽ ഇപ്പോൾ ഏത് കളർ വേണേലും അടിക്കാം. Hallelujah. Hallelujah. So I was preaching, dancing, and they loved the music and they came to the church. ഞാൻ പ്രസംഗിക്കുകയും നൃത്തം ചെയ്യുകയായിരുന്നു. അവർക്ക് ഈ സംഗീതമൊക്കെ ഇഷ്ടമായതുകൊണ്ട് അവർ ആ സഭയിലേക്ക് ഓടി വന്നു. Suddenly the message was touching them. പെട്ടെന്ന് ഈ സന്ദേശം അവരെ സ്പർശിക്കുവാൻ The തുടങ്ങി. Holy Spirit started acting on them. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി. Finally, അവസാനം when I said come to the cross, ക്രൂശിലേക്ക് വരിക എന്ന് ഞാൻ അവരോട് I have പറഞ്ഞപ്പോൾ, a good news for you. ഒരു സൽവർത്തമാനം ഞാൻ നിങ്ങളോട് പറയാം. This is good news for those who are saved. രക്ഷിക്കപ്പെടുന്നവർക്ക് ഇത് നല്ല വർത്തമാനം അത്രേ. But those who are perishing, this is foolishness. എന്നാൽ നശിച്ചു പോകുന്നവർക്ക് ഇത് കേവലം ഭോഷത്വമായി മാറുന്നു. God can meet humanity only in the cross. ദൈവത്തിന് മാനവരാശിയെ ക്രൂശിന്മേൽ മാത്രമേ കൂടി കാണുവാൻ കഴിയുന്നുള്ളൂ. Hallelujah. Hallelujah. You cannot meet him in the garden. അവനെ ഒരു പൂന്തോട്ടത്തിൽ കാണുവാൻ കഴിയില്ല. You cannot meet him on the road. വഴിയരികിൽ അവനെ കാണുവാൻ കഴിയില്ല. Come to the cross. ആ ക്രൂശിലേക്ക് വരിക. You will meet him. നീ അവനെ അവിടെ കാണും. Hallelujah. 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 These boys, 23 of them came forward. ഈ യൗവനക്കാർ 23 പേര് അവർക്ക് മുമ്പോട്ട് And വന്നു. they were crying and giving their life to അവർ Jesus. കരഞ്ഞുകൊണ്ട് അവരുടെ ജീവിതം യേശുവിനായി കൊടുത്തു. I said like this, ഞാൻ ഇങ്ങനെ പറഞ്ഞു, my dear friends, പ്രിയ സ്നേഹിതന്മാരെ, as you are receiving Jesus, നിങ്ങൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ there is a transformation that has to happen outside also. നിങ്ങളുടെ പുറമേയും ചില രൂപാന്തരം വരേണ്ടത് ആവശ്യമാണല്ലോ. You might think that I am an old fashioned Indian. നിങ്ങൾ വേണമെങ്കിൽ വിചാരിക്കും ഞാനൊരു പഴഞ്ചനായ ഇന്ത്യക്കാരനാണെന്ന്.
But I want to tell you something. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. Can you remove all this? നിങ്ങൾ ഇതൊക്കെ നീക്കം ചെയ്യാമോ, ഈ ആഭരണങ്ങളൊക്കെയും? Oh, the pastor came. ദേവദാസൻ അവിടെ കടന്നു വന്നു. He pulled me. അദ്ദേഹം എന്നെ വലിച്ചു മാറ്റി. Don't tell that. ഓ, ഇങ്ങനെയൊന്നും പറയല്ല. ना बड़ा बात है कि अंदर आ गया ये उतारने मत बोल. അവർ വലിയ ആൾക്കാരാ, അവർ അകത്ത് വന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. Hallelujah. ഹല്ലേലൂയ. They have come here big thing. Don't say this. അവർ വന്നത് തന്നെ വലിയ കാര്യം, അതുകൊണ്ട് ഇതൊന്നും പറയല്ലേ. I said, Pastor, ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, we don't have to accommodate the gospel. നാം സുവിശേഷം പറഞ്ഞ് മറ്റുള്ളവരെ സുഖിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. Gospel has the power of God unto salvation. സുവിശേഷം രക്ഷയ്ക്കായി ദൈവശക്തിയാ. Gospel is the power. സുവിശേഷം ശക്തിയാ. Gospel is the power. സുവിശേഷമാണ് ശക്തി. The Bible does not say gospel was the power. ഓ, വേദപുസ്തകം ഇങ്ങനെയല്ല പറഞ്ഞത് സുവിശേഷം ശക്തി ആയിരുന്നു എന്നല്ല. It says it is the power. അത് പറയുന്നത് ഇപ്പോഴും അത് ശക്തിയാണെന്നത്രേ. I don't preach a compromising gospel. ഞാൻ പൊത്തുപൊരുത്തത്തിൽ ഒരു സുവിശേഷമല്ല ഞാൻ പ്രസംഗിക്കുന്നത്. I preach Jesus who was crucified, died and resurrected. മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഒരു ക്രിസ്തുവിനെ അത്രേ ഞാൻ പ്രസംഗിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. Hallelujah. Hallelujah. He is alive, but before he was alive, he took my sin on the cross. He took my curse on the cross. He took my wrongs on the cross. I will preach it. If it's offense, I don't care. അവൻ ജീവിക്കുന്നു. അവൻ എൻ്റെ പാപങ്ങളെ അവൻ ക്രൂശിന്മേൽ വഹിച്ചു, എൻ്റെ ദോഷങ്ങളെ അവൻ ക്രൂശിന്മേൽ വഹിച്ചു, എൻ്റെ തെറ്റുകളെ എല്ലാം അവൻ ക്രൂശിന്മേൽ വഹിച്ചു. അതുകൊണ്ട് ഞാൻ മറ്റൊന്നും ചിന്തിക്കുന്നില്ല. ഹല്ലേലൂയ. We don't have to preach an accommodative gospel. അതുകൊണ്ട് മറ്റുള്ളവർക്ക് സുഖം തോന്നുന്ന രീതിയിൽ പ്രസംഗിപ്പാൻ, സുവിശേഷം പ്രസംഗിപ്പാൻ എനിക്ക് ഇഷ്ടമില്ല. I know. ഇന്ന് രാത്രി എനിക്കറിയാം, Gospel which I am preaching. ഞാൻ പ്രസംഗിക്കുന്ന ഈ സുവിശേഷം Jesus, യേശു, Son of the living God, ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ, who became man, അവൻ മനുഷ്യനായി അവതരിച്ചു, died on the cross, ക്രൂശിന്മേൽ മരിച്ചു, and he rose up from the dead. അവൻ മരിച്ചവരിൽ നിന്ന് The ഉയർത്തെഴുന്നേറ്റു. same Jesus അതേ യേശു will have miracles over here. ഇവിടെയും അത്ഭുതങ്ങളെ ചെയ്യാൻ പോവുകയാണ്. I believe in the power of the gospel of God. ഞാൻ സുവിശേഷത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുന്നു. As I was talking to the pastor, ഞാൻ ആ പാസ്റ്ററോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ the children started removing everything. ആ ചെറുപ്പക്കാർ തങ്ങളുടെ ആഭരണങ്ങളെല്ലാം മാറ്റുവാൻ തുടങ്ങി. Not because of me. ഞാൻ മുഖാന്തരമല്ല, Holy Spirit started convicting them. പരിശുദ്ധാത്മാവ് അവരെ ബോധ്യപ്പെടുത്തിയത് കൊണ്ട്. Next day they brought their friends. പിറ്റേ ദിവസം അവരുടെ കൂട്ടുകാരെ അവർ കൂട്ടി വന്നു. 90 were converted. 90 പേർ മാനസാന്തരപ്പെട്ടു. They said, we are going to live for Jesus. അവർ പറഞ്ഞു, ഞങ്ങൾ ഇനിമേൽ യേശുവിനുമായി ജീവിക്കും. Hallelujah. ഹല്ലേലൂയ. Oh, the book of Romans, the Bible says റോമാലേഖനത്തിൽ വേദപുസ്തകം പറയുന്നു, that what I could not do because of the weakness of my flesh, എന്റെ ജഡത്തിന്റെ ബലഹീനതയിൽ എനിക്ക് ചെയ്യുവാൻ കഴിയാതിരുന്നതിനെ God did by sending his son in the flesh. ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് ചെയ്തു. Made him sin, അവനെ പാപമാക്കി മാറ്റി. that I will become the righteousness of God. അങ്ങനെ ഞാൻ ദൈവത്തിന്റെ നീതിയായി തീർന്നു. Hallelujah. ഹല്ലേലൂയ. What I could not do, എനിക്ക് ചെയ്യുവാൻ കഴിയാഞ്ഞതിനെ could not be acceptable to God. അത് ദൈവത്തിന് സ്വീകാര്യമായി വന്നില്ല. However good I am, ഞാൻ എത്ര നല്ലവനായാലും I cannot come to the standard of God. ദൈവത്തിന്റെ നിലവാരത്തിനൊത്ത് വരുവാൻ എനിക്ക് കഴിയില്ല. God himself ദൈവം തന്നെ became like me, എന്നെ പോലെ ആയി മാറി, pulled me out, എന്നെ വെളിയിലേക്ക് വലിച്ചെടുത്തു, made me his standard. തന്റെ നിലവാരത്തിന് ഒപ്പിച്ചായി എന്നെ നിർത്തി. That is the story of the cross. അതത്രേ ക്രൂശിന്റെ കഥ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. For those who are perishing, this is foolishness. നശിച്ചു പോകുന്നവർക്ക് ഇതൊരു ഭോഷത്വമാണ്. But for me, it is the power of God. എന്നാൽ എനിക്ക് ഇത് ദൈവശക്തി തന്നെയാണ്. The Bible says, വേദപുസ്തകം പറയുന്നു, I don't like the cross എനിക്ക് ക്രൂശ് ഇഷ്ടമില്ല. because the Bible says the blood is flowing. കാരണം ദൈവവചനം പറയുന്നു രക്തം ഒഴുകുന്നു. Oh, remove the blood. ആ രക്തം മാറ്റ്. Can tell you something? ഞാനൊരു കാര്യം പറയാം. It was the blood of Jesus ആ യേശുവിന്റെ that രക്തമാണ് brought me close to the Father. എന്നെ പിതാവിലേക്ക് അടുപ്പിച്ചത്. Colossians 1:20, the Bible says കൊലോസ്യ ലേഖനം 1:20 വേദപുസ്തകം that പറയുന്നു, it was the blood of Jesus യേശുവിന്റെ രക്തമാണ് that reconciled me with the Father. എന്നെ പിതാവിനോട് നിരപ്പിച്ചത്. Romans 5:9, the Bible says റോമാലേഖനം 5:9 വേദപുസ്തകം പറയുന്നു, that it is the blood of Jesus യേശുവിന്റെ രക്തമത്രേ that removed the wrath of God from me. എന്നിൽ നിന്ന്
ദൈവത്തിന്റെ കോപത്തെ നീക്കിയത്. The Bible says വേദപുസ്തകം പറയുന്നു in Hebrews 9:12 എബ്രായർ 9:12 I am redeemed forever by the blood of Jesus. യേശുവിന്റെ രക്തത്താൽ ഞാൻ എന്നേക്കുമായി വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. The Bible says വേദപുസ്തകം in the പറയുന്നു book of Hebrews, എബ്രായ ലേഖനത്തിൽ this blood of Jesus ഈ യേശുവിന്റെ രക്തം speaks good things about me. എന്നെക്കുറിച്ച് ഗുണകരമായി I സംസാരിക്കുന്നു. will glorify Jesus ഞാൻ യേശുവിനെ മഹത്വപ്പെടുത്തും. who died on the cross, ക്രൂശിന്മേൽ മരിച്ചവൻ, shed his blood for me. എനിക്കായി രക്തം ചിന്തിയവൻ. Romans 5:25 the Bible says റോമർ 5:25 he വേദപുസ്തകം died for my iniquity അവൻ എന്റെ അകൃത്യങ്ങൾക്ക് വേണ്ടി മരിച്ചു. and he rose up for my justification. എന്റെ നീതീകരണത്തിനായി അവൻ ഉയർത്തെഴുന്നേറ്റു. Oh, just as if I have never sinned. ഞാൻ പാപം ചെയ്തിട്ടേ ഇല്ലാത്തതുപോലെ Boldness came to me through the blood of Jesus. യേശുവിന്റെ രക്തത്താൽ അങ്ങനെ ഒരു ധൈര്യം എന്റെ ഉള്ളിൽ വന്നിരിക്കുക. I want to tell you tonight, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോടൊന്ന് പറയാം. the cross is an offense for those who are perishing. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാ. But for me, എന്നാൽ എനിക്കോ it is the power of God അത് ദൈവശക്തി അത്രേ. that saves me, എന്നെ രക്ഷിക്കുവാൻ പ്രാപ്തിയുള്ള, that keeps me എന്നെ പാലിക്കുവാൻ പ്രാപ്തിയുള്ള tonight. ഇന്ന് രാത്രി No 24 hours, 24 മണിക്കൂർ even when I am sleeping, ഞാൻ ഉറങ്ങുമ്പോഴും the blood of Jesus യേശുവിന്റെ രക്തം is speaking for me. എനിക്ക് വേണ്ടി സംസാരിക്കും. It is speaking good things about me. അതിന് എനിക്ക് വേണ്ടി നന്നായി സംസാരിക്കും. Hallelujah! ഹല്ലേലൂയ. Jesus died. യേശു പറഞ്ഞു, Jesus rose up. യേശു മരിച്ചു, The ഉയർത്തെഴുന്നേറ്റു. Bible says വേദപുസ്തകം പറയുന്നു in the book of Hebrews, എബ്രായ ലേഖനത്തിൽ chapter 10 10-ാം അധ്യായം and verse 12, അതിന്റെ 12-ാം വാക്യം, but this man, ഈ മനുഷ്യനോ after he had offered one sacrifice താൻ ഒരു യാഗം കഴിച്ചതിന് ശേഷം for the sins പാപങ്ങൾക്ക് വേണ്ടി forever, എന്നേക്കുമായി forever, എന്നേക്കുമായി forever, എന്നേക്കുമായി sat down, താൻ ഇരുന്നു, finished his job. തന്റെ ജോലി അവസാനിപ്പിച്ചു. Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. The Bible says വേദപുസ്തകം പറയുന്നു in 1 Peter 3:18, 1 പത്രോസ് 3:18 he offered himself for the sins, താൻ തന്നെ ആ പാപങ്ങൾക്കായി അർപ്പിച്ചു, make us acceptable to the Father. നമ്മെ പിതാവിന് സ്വീകാര്യരാക്കി മാറ്റി. Hallelujah. ഹല്ലേലൂയ. All requirements of the justice was over. നീതിക്ക് വേണ്ടി ഇതെല്ലാം നിറവേറ്റി. Jesus went. യേശു പോയി. The Bible says വേദപുസ്തകം പറയുന്നു he sat down. അവൻ ഇരുന്നു. He sat down. അവൻ ഇരുന്നു. End of the story. കഥയുടെ അവസാനമായി. Hallelujah. ഹല്ലേലൂയ. End of the story. ആ കഥയുടെ The അവസാനമായി. devil thought it is the end, പിശാച് വിചാരിച്ചു ഇതെല്ലാം തീർന്നു. but something was beginning. എന്നാൽ അവിടെ എന്തോ ഒന്ന് തുടങ്ങുക. Jesus sat down, യേശു ഇരുന്നു. but millions of Jesus started to stand up. എന്നാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് യേശുമാർ എഴുന്നേൽക്കുവാൻ The തുടങ്ങി. new creation പുതിയ സൃഷ്ടി is the result of the cross. അതാണ് ക്രൂശിന്റെ അനന്തരഫലം. It is the result of the death and resurrection of Jesus. അതാണ് യേശുവിന്റെ മരണ പുനരുത്ഥാനത്തിന്റെ അനന്തരഫലം. Jesus യേശു walked on this earth, ഈ ഭൂമിമേൽ നടന്നു, destroyed the work of the devil. പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ചു. Everything that my body required, എന്റെ ശരീരത്തിന് ആവശ്യമായതെല്ലാം Jesus proved that he can provide. അവന് നൽകുവാൻ കഴിയുമെന്ന് യേശു തെളിയിച്ചു. On the cross, ആ ക്രൂശിന്മേൽ everything my spirit required, എന്റെ ആത്മാവിന് വേണ്ടിയതെല്ലാം he finished it over there. അവൻ അതും നിറവേറ്റി. I can be born again, എനിക്ക് വീണ്ടും ജനിക്കുവാൻ can കഴിയും. be a new creation. ഒരു പുതിയ സൃഷ്ടിയാകുവാൻ കഴിയും. Today, ഇന്ന് how does Jesus എങ്ങനെയാണ് യേശു rule the earth? ലോകത്തിന് തെളിയിച്ചത്? He destroyed the work of the devil. അവൻ പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ചു. Today, ഇന്ന് he continues his work. അവന്റെ പ്രവൃത്തി താൻ തുടരുന്നു. You and with me. നിങ്ങളോ? Hallelujah. ഹല്ലേലൂയ. It is the new creation. അവന്റെ പുതിയ സൃഷ്ടി അത്രേ. That is why we say, അതുകൊണ്ടാണ് നാം പറയുന്നത്, I can do all things എനിക്ക് സകലതും ചെയ്യുവാൻ കഴിയും through Christ ക്രിസ്തുയേശുവിലൂടെ who strengthens me. എന്നെ ശക്തനാക്കുന്നവനിലൂടെ. That is why I say, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, my God will supply all my need according to his riches. എന്റെ ദൈവം അവന്റെ മഹത്വത്തോടെ എനിക്ക് സകലതും നിറവേറ്റി തരും. That is why I say,
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, all things are possible with me who believes in Jesus. ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്ന എന്നെ കൊണ്ട് സകലതും ചെയ്യുവാൻ കഴിയും. The Bible says വേദപുസ്തകം പറയുന്നു in 1 John chapter 5, യോഹന്നാൻ 5-ാം അധ്യായം, those who believe Jesus as Lord യേശുവിനെ കർത്താവെന്ന് വിശ്വസിക്കുന്നവർ overcome the world. അവർ ലോകത്തെ ജയിക്കുന്നു. The same faith അതേ വിശ്വാസം for which you took to believe the foolishness, ആ ഭോഷത്വത്തെ വിശ്വസിക്കുവാൻ നിങ്ങൾ എടുത്ത വിശ്വാസം, which was not foolishness, അത് ഭോഷത്വമല്ലല്ലോ, the power of God, ദൈവശക്തിയാ. the cross, ക്രൂശ്, the same faith, അതേ വിശ്വാസം, you overcome the world ലോകത്തെ ജയിക്കുന്നത് in the name of Jesus. യേശുവിന്റെ നാമത്തിൽ. Hallelujah. ഹല്ലേലൂയ. Tonight, ഇന്ന് രാത്രി Jesus is in heaven. യേശു സ്വർഗത്തിലുണ്ട്, I am on this earth. എന്നാൽ ഞാനോ ഈ ഭൂമിയിലാണ്. You are on this earth. നിങ്ങൾ ഈ ഭൂമിയിലാണ്. Let us arise for Jesus. നമുക്ക് യേശുവിനായി എഴുന്നേൽക്കാം. We are the ones today who walk and talk Jesus. യേശുവിനെ പ്രസംഗിച്ച് നടക്കുന്നവരായി ഇന്ന് നാം. We are the new creation. നാം പുതിയ സൃഷ്ടി അത്രേ. God sent his son Jesus. തന്റെ പുത്രനായ യേശുവിനെ അയച്ചു. We lived in him. നാം അവനിൽ വസിക്കുന്നു. We were crucified with him. അവനോട് കൂടെ നാം ക്രൂശിക്കപ്പെട്ടു. Died with him. അവനോട് കൂടെ മരിച്ചു. Buried with him. അവനോട് കൂടി അടക്കപ്പെട്ടു. We are resurrected with him. അവനോട് കൂടെ നാം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Tonight, ഇന്ന് രാത്രി you and me, നിങ്ങളും ഞാനും when we look at the cross, നാം ക്രൂശിലേക്ക് നോക്കുമ്പോൾ we see the love of God. നാം ദൈവസ്നേഹം കാണുന്നു. When we see at the cross, നാം ആ ക്രൂശിന്മേൽ കാണുമ്പോൾ it reminds me, അതെന്നെ ഓർമ്മിപ്പിക്കുന്നു, I am a more than conqueror. ഞാൻ ജയാളിയേക്കാൾ ജയാളിയത്ര. Everything contrary is destroyed. അതിനെതിരായിട്ടുള്ള പ്രതികൂലങ്ങൾ മുഴുവൻ തകർക്കപ്പെട്ടു. Because today, ഇന്ന് രാത്രി Jesus is not on the cross. യേശു ഇപ്പോൾ ക്രൂശിന്മേലല്ല, He is resurrected. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. That is why the Bible says, അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, the one in me is greater. എന്നിലുള്ളവൻ വലിയവൻ തന്നെ. This is Jesus. ഈ യേശു. I want to tell you, ഒരു കാര്യം ഞാൻ He പറയാം, wants to meet you. അവൻ നിന്നെ കാണുവാൻ He ആഗ്രഹിക്കുന്നു. wants to meet you at the cross. അവനെ ക്രൂശിന്മേൽ നിന്നെ കാണുവാൻ ആഗ്രഹിക്കുന്നു. Everyone needs the Holy Spirit. അവൻ പരിശുദ്ധാത്മാവിനെ കാണുവാൻ Do ആഗ്രഹിക്കുന്നു. you know what the Holy Spirit does? എന്താണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നതെന്ന് അറിയാമോ? He takes you to the cross. അവൻ നിന്നെ ക്രൂശിലേക്ക് കൊണ്ടുപോകും. Hallelujah. ഹല്ലേലൂയ. People want to shake in the Holy Spirit. പരിശുദ്ധാത്മാവ് ശക്തിയാൽ മനുഷ്യർ ഇളകുവാൻ ആഗ്രഹിക്കും. They think that the Holy Spirit is speaking in tongues. നിങ്ങൾ വിചാരിക്കും പരിശുദ്ധാത്മാവ് എന്നാൽ അന്യഭാഷയാണെന്ന്. Do you know what the Holy Spirit says? പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നെന്ന് അറിയാമോ? Come with me to the cross. എന്നോട് കൂടെ ക്രൂശിലേക്ക് വരിക. Crucify yourself. നിന്നെ തന്നെ ക്രൂശിക്കുക. That you can say, അങ്ങനെ നിനക്ക് it പറയാം, is no longer I, ഇനിമേൽ ഞാനല്ല, Christ who lives in me. ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. That is the glorious life we have in Christ. അതാണ് നമുക്ക് ക്രിസ്തുവിലുള്ള തേജസ്സേറിയ ജീവിതം. Where everything, അവിടെയെല്ലാം I am a more than conqueror. ഞാൻ ജയാളിയേക്കാൾ ജയാളി. Tonight, ഇന്ന് how രാത്രി many of you want to say, എത്ര പേര് ഇങ്ങനെ പറയുവാൻ I ആഗ്രഹിക്കും, want this Jesus. എനിക്ക് ഈ യേശുവിനെ I വേണം, want to come back to the cross. എനിക്ക് ആ ക്രൂശിലേക്ക് മടങ്ങി I വരണം, want to come back to Jesus. യേശുവിലേക്ക് മടങ്ങി വരുവാൻ ഞാൻ I ആഗ്രഹിക്കുന്നു. want to see and enjoy the power of resurrection. ആ പുനരുത്ഥാന ശക്തിയെ കണ്ട് ആസ്വദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Right now, ഇപ്പോൾ come to the cross. ക്രൂശിലേക്ക് വരിക. നമുക്ക് ആ ക്രൂശിലേക്ക് വരാം. കർത്താവായ യേശുവിൻ്റെ രക്തത്താലുള്ള കഴുകൽ പ്രാപിക്കാം. ഇന്ന് എനിക്കൊരു പുതിയ വ്യക്തിയായി തീരണം. എനിക്ക് ആ ദൈവിക അനുഭവം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരും പ്രാർത്ഥിച്ചാട്ട്, യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എനിക്ക് വേണ്ടി അങ്ങ് ജീവിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റണമേ എന്നാ ഒരു വാക്ക് ഇപ്പോൾ പ്രാർത്ഥിച്ചെങ്കിൽ ഈ നിമിഷം മുതൽ യേശു കർത്താവ് കൂടെ ഉണ്ടായിരിക്കും, ഉള്ളിൽ വാസം ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. ആ ശാരീരിക രോഗികളായവർ നിങ്ങളുടെ കരം രോഗമുള്ള ഭാഗത്ത് വെക്കണം. ഹാർട്ടിനകത്തെ ബ്ലോക്കുകൾ യേശുവിൻ്റെ നാമത്തിൽ ഉരുകി മാറും. വിശ്വസിച്ചാൽ മതി. യേശു കർത്താവിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ തന്നെ ശരീരത്തിൽ വ്യാപരിക്കും. ആ കണ്ണിനകത്ത് വെയിനുകൾക്ക് ചില പ്രശ്നമായിട്ട് കാഴ്ചയെ ബാധിച്ച ചില വ്യക്തികളെന്നെ കേൾക്കുന്നുണ്ട്. ഈ നിമിഷം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കണ്ണിനകത്ത് വിടുതലാകാൻ പോവുകയാണ്. സർജറി മാറിപ്പോകും. ചെവിക്കകത്ത് മൂളൽ പോലുള്ള ശബ്ദം കേൾക്കുകയും ഉറങ്ങാൻ കഴിയാതെ രാത്രിയിൽ എഴുന്നേറ്റ് നടക്കുന്ന വ്യക്തി, യേശുവേ എന്നെ തൊടണമേ എന്ന് ഇപ്പോൾ പറഞ്ഞ് കർത്താവ് നിങ്ങളെ സ്പർശിക്കും. ഭവനത്തിൽ മറ്റാരോ രോഗിയായി, മാനസിക രോഗിയായി, കുഞ്ഞുങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടൊക്കെ വലിയ പ്രയാസത്തിലൊക്കെ കഴിയുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ ആ പ്രശ്നം കൈകാര്യം ചെയ്യാതെ കർത്താവേ ഒന്ന് വരണമേ, ഞങ്ങൾക്കൊരു സമാധാനം തരണമേ എന്ന് പറഞ്ഞ് എൻ്റെ ഭവനത്തെ വിടുവിച്ച കർത്താവ് നിങ്ങളെയും വിടുവിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്.
ഇന്ന് ഈ വചനം കേട്ട എല്ലാ മക്കളുടെ മേലും യേശുവിൻ്റെ അത്ഭുതകരം നീട്ടുന്നതിനായി സ്തോത്രം. ആ ക്യാൻസർ രോഗം യേശുവിൻ്റെ നാമത്തിൽ ഉരുകി മാറട്ടെ. ആ കണ്ണുകൾക്കകത്ത് വെയിനുകളിലുള്ള പ്രതിസന്ധി യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ആ ചെവി കേൾക്കട്ടെ, കാഴ്ച ലഭിക്കട്ടെ. അതുപോലെ തന്നെ കർത്താവെ, ഭയം ബാധിച്ചവർ, ഉറങ്ങാൻ കഴിയാത്തവർ, പല പല പ്രതിസന്ധികളിൽ ഭാരപ്പെടുന്നവരുണ്ടല്ലോ, കർത്താവെ, അങ്ങ് അവരുടെ ഭവനത്തിൽ അവരുടെ പ്രതിസന്ധികളിൽ ഇപ്പോൾ ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങളെ വിടുവിച്ച് ദിവ്യ സമാധാനം പകരുന്നതിനായി സ്തോത്രം. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങളുടെ ഈ ദിവസങ്ങളിലെ പരീക്ഷകൾ, വിദ്യാഭ്യാസത്തിലെല്ലാം ദൈവകൃപ വ്യാപരിക്കട്ടെ. ബിസിനസ്സുകൾ, കൃഷിയിടങ്ങളിലെല്ലാം കർത്താവിൻ്റെ കൃപയുണ്ടാകണം. കർത്താവെ അനുഗ്രഹിക്കുന്നു. സമാധാനം കൊണ്ട് നിറയ്ക്കണം, നിത്യജീവൻ്റെ പ്രത്യാശയാൽ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു കർത്താവിൻ്റെ തിരുനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ പിതാവേ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിലെ നമ്മുടെ മീറ്റിങ്ങുകൾ ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഡൻഡേലിയിൽ തങ്കുബ്രദർ ഇവിടുന്ന് ടീമും ശുശ്രൂഷിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം. കർണാടകയിൽ നാളെയും കൂടെയാണ് ആ മീറ്റിംഗ് ഉള്ളത്. അപ്പോൾ തന്നെ ഈ മറ്റന്നാൾ തിങ്കൾ, ചൊവ്വ, ബുധൻ 3 ദിവസങ്ങളിൽ തങ്കുബ്രദർ ഞാനും അബുദാബിയിൽ ശുശ്രൂഷിക്കുകയാണ്. ഉപവാസ പ്രാർത്ഥനയും വിടുതൽ ശുശ്രൂഷയും. തുടർന്ന് ഈ വരുന്ന ആഴ്ചയിൽ ഒടുവിൽ ഞാൻ അയർലൻഡിൽ ശുശ്രൂഷിക്കും. വെള്ളിയാഴ്ച, ശനി, ഞായർ ലണ്ടനിൽ ശുശ്രൂഷിക്കും. അതിൻ്റെ പിറ്റേ ആഴ്ച 25-ാം തീയതി, ഈ മാസം 25-ാം തീയതി റോമിൽ ശുശ്രൂഷിക്കുന്നു. ചൊവ്വാഴ്ച 26-ാം തീയതി ജർമ്മനിയിൽ ശുശ്രൂഷിക്കുന്നു. ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ കാണും വരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കും. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം.